നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സോയാ ചങ്ക്സ് ഫ്രൈ റോസ്റ്റാണ്. ഇത് നോൺ വെജ് കഴിക്കാത്തവർക്കും അതുപോലെ തന്നെ നോമ്പ് കാലത്തൊക്കെ നോൺ വെജിൻ്റെ ഒരു ഫീൽ നൽകുന്ന ഒരു വെജ് റെസിപ്പിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 100 ഗ്രാം സോയാ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള സോയാ ചങ്ക്സ് ആണ്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും. ഇത് 20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കാം. തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരികയും ചെയ്യും. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് 2 സവോള, ഒരു തക്കാളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും എടുത്ത് നമുക്ക് നന്നാക്കി റെഡിയാക്കി വയ്ക്കാം. സോയാ ചങ്ക്സ് 20 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് അത് നല്ലപോലെ അവസാനം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഇതേപോലെ ഈ സോയാ ചങ്ക്സ് വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ടാകും. അത് ഇതേപോലെ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു മണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഇത് കഴുകി പിഴിഞ്ഞെടുക്കുക. ഇത് വലിപ്പമുള്ളതായതുകൊണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ എല്ലാം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി സവോള നല്ലപോലെ വാടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. സവോള നല്ലപോലെ വഴന്നു വരണം. സവോള ഇപ്പം പാതി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ ആ പച്ചച്ചുക മാറുന്നതിന് വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കുക. നല്ലപോലെ വാടി വരും. ഇതിപ്പോൾ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇനി നല്ലപോലെ വാടി വരണം. അതുവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ഒഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സോയാ ചങ്ക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാബീനിൽ നിന്ന് സോയാബീൻ ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ബൈ പ്രൊഡക്റ്റാണ് കേട്ടോ. സോയാ ചങ്ക്സിൽ നല്ല രീതിയിൽ പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡും ഉണ്ട്. അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് അതിൻ്റെ വേവ് ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു 3/4 ഭാഗം വേവോളം ആയിട്ടുണ്ട്. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചാൽ മതി. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്തൊക്കെ ഈ ഒരു നോൺ വെജിൻ്റെ ഒരു ഫീല് തരുന്ന ഒരു വെജ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് റെസിപ്പിയാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ഡ്രൈ റോസ്റ്റ് ആണിത്. ഇത് ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.